മലയാള സിനിമകളിലടക്കം പല സിനിമകളിലും നമ്മളൊരു പ്രത്യേക ഷോട്ട് നോട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ആ ഷോട്ടുകൾ ഒരിക്കലും നേരെ ആയിരിക്കില്ല ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരിക്കുക. ഒന്നില് ലെഫ്റ്റിലേക്കോ അല്ലെങ്കിൽ റൈറ്റിലേക്കോ ചെറുതായിട്ട് ഒന്ന് ചെരിച്ചിട്ടായിരിക്കും ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരിക്കുക. ഇപ്പൊ നിങ്ങൾ നോട്ടീസ് ചെയ്തില്ലേ? ഈ നോട്ടീസിനും വേണ്ടി കൂടിയാണ് ആ ഷോട്ടുകളെ അങ്ങനെ ചെയ്യുന്നത്. I only wound you, kid. You're a con man. അതിനെയാണ് നമ്മൾ സിമ്പിളായിട്ട് ഡച്ച് ആംഗിൾ ഷോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ മനസ്സിൽ സ്വാഭാവികമായിട്ട് കടന്നു വരുന്ന ഒരു ചോദ്യമുണ്ട്, എന്തിനാണ് നമ്മൾ ചെരിച്ച് ഷൂട്ട് ചെയ്യേണ്ട ആവശ്യം, നേരെ തന്നെ ഷൂട്ട് ചെയ്താൽ മതിയില്ലേ എന്നുള്ളത്. ആ സീനുകൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം, ആ സീനിലൊക്കെ ഒരു അസ്വാഭാവികത ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു ഇലൂഷൻസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ടെൻഷൻ ആയിട്ടുള്ള ഒരു ഫീൽ ആയിരിക്കും, അതേപോലെ അസ്വസ്ഥതയൊക്കെ ഉണ്ടായിരിക്കും. ഇത്തരം സീനുകളാണ് നമ്മൾ ഡച്ച് ആംഗിളിൽ ഷൂട്ട് ചെയ്യുന്നത്. അതായത് ആ സിനിമയിലെ ക്യാരക്ടറോ അല്ലെങ്കിൽ ഏത് പ്രോപ്പർട്ടിയാണോ ആ പ്രോപ്പർട്ടി ആ ഷോട്ടിൽ, പർട്ടിക്കുലർ ഷോട്ടിൽ അൺകംഫർട്ടബിൾ ആയിട്ട് നിൽക്കുന്ന ഒരു സ്റ്റേജിലാണ് നിൽക്കുന്നത്, കംഫർട്ടബിൾ അല്ല എന്നുള്ളതാണ്. പക്ഷെ ഇത്തരത്തിലുള്ള ഷോട്ടുകൾ നമ്മൾ അധികം കണ്ടിട്ടുള്ളത് പഴയ ടൈപ്പ് സിനിമകളിലൊക്കെയാണ്. ഈ കാലഘട്ടത്തിലും ഇത്തരം ഷോട്ടുകൾ എടുക്കാറുണ്ടോ എന്നൊരു സംശയം നമുക്ക് സ്വാഭാവികമായിട്ട് വരാം. ഈ കാലഘട്ടത്തിൽ ഈ പഴയ ടൈപ്പ് രീതിയിൽ ഉള്ള ഡച്ച് ആംഗിൾ ഷോട്ടുകൾ എടുക്കാറില്ല പൊതുവെ. ഒന്നുകിൽ നമുക്കൊരു ഇലൂഷൻസിലൊക്കെ കാണിക്കാനും, ഒരു സോങ് സീക്വൻസിൽ, അതേപോലെ തന്നെ ഈ ഫ്ലോട്ടിംഗ് ആയിട്ട് ഇങ്ങനെ നടക്കുന്ന ഷോട്ടുകളിലൊക്കെ മെന്റൽ സ്റ്റേജ് കറക്റ്റ് അല്ലാത്ത ക്യാരക്ടേഴ്സിനൊക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഒക്കെയാണ് ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ ഷൂട്ട് ചെയ്യാറുള്ളത്. ഇതുകൂടാതെ പുതിയ സിനിമകളിൽ ഈ ഡച്ച് ആംഗിൾ ഷോട്ട് ഏതെങ്കിലും വേറെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ടാറ്റ, ബൈ ബൈ.